നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്നായിട്ട് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇന്നത്തെ ഇപ്പോഴുള്ള ഒരു ടഫായിട്ടുള്ള ഈ മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ ഹൈ ഗ്രോത്ത് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ സ്റ്റോക്കുകളെ എങ്ങനെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെ ആ കമ്പനി നല്ലതായിരിക്കണം, നല്ല പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കണം, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കണ്ടീഷൻസും നമുക്ക് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനികളെ, അതേപോലെ തന്നെ എപ്പോൾ അതിനെ ട്രേഡ് ചെയ്യാൻ പറ്റും, ആ കമ്പനികൾ എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യണം, അതേപോലെ തന്നെ അതിൻ്റെ ഫണ്ടമെന്റൽസ്. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഒരു 80% ഫണ്ടമെന്റലും അതേപോലെ തന്നെ 20% ടെക്നിക്കലുമാണ്. ഈ ഒരു സ്ട്രാറ്റജിയിൽ ആ കമ്പനികളെ എങ്ങനെ സെലക്ട് ചെയ്യാം, അതേപോലെ തന്നെ ആ കമ്പനികളിൽ എപ്പോഴൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ, കാരണം ഞാൻ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പറയണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് പേഷ്യൻസ് വേണം. ഈ വീഡിയോ പഠിക്കണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റിയിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിരിക്കില്ല. അതേപോലെ തന്നെ എനിക്കിതിനകത്ത് കുറേ ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ആ സംഭവമൊന്നും ചെയ്യാൻ എനിക്ക് അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പേഷ്യൻ്റായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഈ കമ്പനികളെ കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിനെ കുറിച്ചോ ഓപ്ഷൻസിനെ കുറിച്ചോ ഒന്നും സംസാരിക്കാറില്ല. ഞാൻ ഡെറിവേറ്റീവിൽ പേഴ്സണലി ട്രേഡ് ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് എന്നായിട്ട് മലയാളം. സോ അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. അതിന് ആദ്യം നമുക്ക് ഈ സ്റ്റോക്കിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് വേണം. ദാറ്റ് ഈസ് കോൾഡ് screener.in. ഓക്കെ, അപ്പം അതിൽ വരിക. സ്ക്രീനറിൽ വന്നിട്ട് ഇവിടെ സ്ക്രീൻസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ആദ്യത്തെ കണ്ടീഷൻ, അപ്പോൾ സ്ക്രീനറിൽ വരിക, എന്നിട്ട് സ്ക്രീൻസിലേക്ക് വരിക. ഇവിടെ സ്ക്രീൻസ് ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് എ ന്യൂ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ വരിക, എന്നിട്ട് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ വരും. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് YOY ക്വാർട്ടർലി സെയിൽസ് ഗ്രോത്ത് എബോവ് 10%. ദെൻ നിങ്ങൾ സ്പേസ് കൊടുക്കുക, എന്നിട്ട് അഗൈൻ ആൻഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഇതിലേക്ക് വരും. ദെൻ അഗൈൻ YOY ക്വാർട്ടർലി എന്താണ് YOY ക്വാർട്ടർലി പ്രോഫിറ്റ് ഗ്രോത്ത്. ഓക്കെ, ഇതും എബോവ് 10%. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് കണ്ടീഷൻ. അപ്പോൾ എന്താണിത് നമ്മൾ നോക്കുന്നത്? YOY സെയിൽസ് ഗ്രോത്തും YOY പ്രോഫിറ്റ് ഗ്രോത്തും 10% കൂടുതലെങ്കിലും ഉണ്ടാവണം. സെയിൽസും പ്രോഫിറ്റും 10% വർദ്ധിച്ചിരിക്കണം. ഓക്കെ, എഗെയിൻ എന്തുകൊണ്ടാണ് YOY നോക്കുന്നത്, ഇയർ ഓൺ ഇയർ നോക്കുന്നത്? ബിക്കോസ് നമ്മളുടെ ഇതിനകത്ത് കുറേ ബിസിനസ്സുകൾ സീസണാലിറ്റി ഉണ്ടാവും. ചില ബിസിനസ്സുകളുടെ പ്രോഫിറ്റും ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും, ഡിസംബർ ആ ഒരു മന്തിലൊക്കെ ആയിരിക്കും ഇവരുടെ സീസൺ മോശം റിസൾട്ടുകൾ വരിക. ഓക്കെ, അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ YOY റിസൾട്ട് നോക്കുന്നു. ഓക്കെ, ദെൻ അഗെയിൻ ആൻഡ് നമ്മൾ ടൈപ്പ് ചെയ്ത ഇവിടെ ആൻഡ് ടൈപ്പ് ചെയ്യുക. ഇനി നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എബോവ് 2000. അപ്പോൾ നമ്മൾ നോക്കുന്നത് മിനിമം 2000 എബോവ് മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കസ്റ്റമർ ബേസ് ഒക്കെ ഉള്ള കമ്പനികളായിരിക്കും എബോവ് 2000 വരിക തന്നെ. സോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എബോവ് 2000. ദെൻ അഗെയിൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അവിടെ ഞങ്ങൾ ടൈപ്പ് ചെയ്യുക ബിലോ 20,000. അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ കമ്പനികളും വേണ്ട, ഒരുപാട് ചെറിയ കമ്പനികളും വേണ്ട. ആ ഒരു മീഡിയം സ്റ്റേജിലുള്ള കമ്പനികൾ മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് വേണ്ടത് പിട്രോസ്കി സ്കോർ. സോ എന്താണ് പിട്രോസ്കി സ്കോർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ബേസിക്കലി ഇതിവിടെ കൊടുത്തിട്ടുണ്ട് പ്രോഫിറ്റബിലിറ്റി, ലിവറേജ് ആൻഡ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. ഇതിനെ മൂന്നിനെ കൂടെ കൂട്ടിയിട്ട് ഈ മൂന്ന് സാധനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കോറാണ് പിട്രോസ്കി സ്കോർ. അപ്പോൾ ഇതിനകത്ത് എബോവ് 5 എങ്കിലും മിനിമം ഉണ്ടാവണം. ഓക്കെ, അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ എബോവ് 5 പിട്രോസ്കി സ്കോർ ഉണ്ടെങ്കിൽ ആ കമ്പനി ഫൈനാൻഷ്യലി അതിൻ്റെ മറ്റുള്ള ഡാറ്റകളെല്ലാം ഒരു നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ അഗെയിൻ സ്പേസ് കൊടുക്കുക, ദെൻ അഗെയിൻ ആൻഡ് ടൈപ്പ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ROCE. ഓക്കെ, എന്ന് വെച്ചാൽ കമ്പനി ഇതിനകത്ത് എത്ര പൈസ ഇതിൻ്റെ പ്രൊമോട്ടർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ ബിസിനസ്സിൽ, അതിൽ നിന്ന് അവർക്ക് എത്ര ഇൻകം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് മിനിമം ഒരു 18% എങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഞാൻ എടുക്കുന്നത് എബോവ് 18% ആണ്. അപ്പോൾ 18% ലാഭം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ 18% അതിൽ കൂടുതലോ ലാഭം ഉണ്ടാക്കുന്ന കമ്പനി ആയിരിക്കണം. ഓക്കെ, ദെൻ അഗെയിൻ ആൻഡ് കൊടുക്കുക. ദെൻ അഗെയിൻ നമുക്കിനി വേണ്ടത് പ്രൊമോട്ടർ ഹോൾഡിംഗ്. ഒരു കമ്പനിയിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 70-30 എന്നുള്ള ഒരു റേഷ്യോ ആണ്. എന്ന് വെച്ചാൽ 70% പ്രൊമോട്ടറിൻ്റെ കയ്യിലും 30% നമ്മുടെ പബ്ലിക്കിൻ്റെ കയ്യിലും. സോ ഇവിടെ നമ്മൾ
ഒരു 60 എബോവ് നമുക്ക് എടുക്കാവുന്നതാണ്. 60 എബോവ്. ഓക്കെ, പ്രൊമോട്ടർ ഹോൾഡിംഗ് എബോവ് 60 അല്ലെങ്കിൽ എബോവ് 50 നമുക്ക് എടുക്കാം. ഇറ്റ്സ് ഫൈൻ. FISൻ്റെ ഹോൾഡിംഗ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിനകത്ത് നോക്കാൻ പറ്റും. സോ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഷുഡ് ബി എബോവ് 50% ഇൻ ദാറ്റ് പർട്ടിക്കുലർ കമ്പനി. പിന്നെ നമുക്ക് വേണ്ടത് ഡെപ്റ്റ് ടു ഇക്വിറ്റി. ഓക്കെ, കമ്പനിക്ക് എത്ര ഡെപ്റ്റ് ഉണ്ട്. സോ ദാറ്റ് ഷുഡ് ബി ബിലോ 0.5%. അത്ര മാത്രമേ ഡെപ്റ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ for the last, FII holding. FII holding should be above 2. At least should be above 20%. 20% എങ്കിലും FIIസിൻ്റെ ഹോൾഡിങ്സ് അവിടെ ഉണ്ടാവണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ ദീസ് ആർ ദ ക്രൈറ്റീരിയ. എന്നിട്ട് നമ്മളിവിടെ ഈ ഒരു കോളം ഉണ്ടല്ലോ, ഇതിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് വെക്കണം. ഓൺലി കമ്പനീസ് വിത്ത് മാർച്ച് 2025 റിസൾട്ട്സ്. ഇതെന്തായാലും ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങളിവിടെ റൺ ദ ക്വയറി കൊടുക്കുക. ഞാനിവിടെ റൺ ചെയ്തു. സോ നമുക്കിവിടെ 30 കമ്പനികൾ കിട്ടിയിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള നല്ല പ്രോഫിറ്റ് മേക്കിംഗ് ചെയ്യുന്ന 30 സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതിനകത്ത് YOY സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും അബൌട്ട് 10% ആയിരിക്കണമെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇതിൽ മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നമ്മളൊന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കമ്പനി മുകളിലെത്തി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് കമ്പനി നമ്മൾ ക്ലിക്ക് ചെയ്തു. ആ കമ്പനിയുടെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോയി. പേര് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, അപ്പോൾ നിങ്ങൾ നോക്കിക്കോളുക. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയയിൽ 10% വെച്ചിട്ട് സെയിൽസ് കൂടിയിട്ടുണ്ടോ? 306 സെയിൽസ് ഇവിടെ കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിലുണ്ട്. ഇപ്പോൾ ഇതാ 440. സോ മോർ ദൻ 10% ഗ്രോത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ മാർജിനും ഇവിടെ കൂടിയിട്ടുണ്ട്. 5% നിന്ന് 17% ഓപ്പറേഷൻ മാർജിൻ കൂടിയിട്ടുണ്ട്. റൈറ്റ്, ഈ രീതിയിലുള്ള ഗ്രോത്ത് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആയാലും ഇവിടെ 16 എന്നുള്ളത് 31 കൂടിയിട്ടുണ്ട്. ദെൻ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? സെയിൽസും അതേപോലെ തന്നെ ഇയർ ഓൺ ഇയർ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 1296, ഇവിടെ 1619. അപ്പോൾ സെയിൽസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ബട്ട് അത് ട്രെയിലിംഗ് 12 മന്ത് ആണ്. ഈ ഒരു 2 വർഷം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും സെയിൽസ് ഈസ് 10% ഇൻക്രീസ്. സോ ഓവറോൾ നമുക്കൊരു നല്ല എന്താ പറയുക, ഒരു കമ്പനീസിനെ ഈ ഒരു ലിസ്റ്റ് നമുക്ക് ഇങ്ങനെ സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ നമുക്ക് ഓരോ കമ്പനിയിലും നിങ്ങൾ പോയി നോക്കുക. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് സെയിൽസും അതേപോലെ തന്നെ പ്രോഫിറ്റും 10% വെച്ച് ഇൻക്രീസ് ചെയ്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എബോവ് 2000 ഉള്ള, പെട്രോസി സ്കോർ എബോവ് 5 ഉള്ള, ROC 18 കൂടുതലുള്ള, പ്രൊമോട്ടർ ഹോൾഡിംഗ് 50% കൂടുതലുള്ള കമ്പനികളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതും കടമില്ലാത്ത കമ്പനികൾ നമുക്ക് കിട്ടി. അല്ലാതെ നമ്മളിപ്പോൾ ഇത്രയും കമ്പനികൾ ഇതിനകത്ത് വന്നു എന്ന് വിചാരിച്ചിട്ട് നേരിട്ട് പോയി നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, സെയിൽസിൻ്റെ നമ്പേഴ്സ് എപ്പോഴും ഇൻക്രിമെൻ്റലായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ ഇത് കണ്ടില്ലേ, സെയിൽസ് ഇവിടെ 1000 കോടി രൂപ ഇവിടെ ഉണ്ട്. മാർച്ച് 2023, 24 1296 ആയി, പിന്നെ 1700 ആയി. സോ ദർ ഇസ് എൻ ഇൻക്രിമെൻ്റൽ സ്റ്റേജ്. ആൻഡ് ഇതിൻ്റെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ നമ്പറുകൾ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടില്ല. വിച്ച് മീൻസ് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റേജിലുള്ള കമ്പനിയാണ്. കഴിഞ്ഞ 2014 മുതൽ ഇതിൽ ഇൻക്രിമെൻറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സെയിൽസിൻ്റെ നമ്പേഴ്സ്. അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, -1, -21 മുതൽ 5, 20, 26, 54, 72 തുടങ്ങിയിട്ട് ഇങ്ങനെ കൂടി വന്നിട്ട് ഇപ്പോൾ 162 ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. നെറ്റ് പ്രോഫിറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 162 വന്നിട്ടുണ്ട്. ഹയസ്റ്റ് എവർ നമ്പറാണ്. പക്ഷേ ഇവിടെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറയാനുള്ള റീസൺസ് എന്തൊക്കെയാണ് അത് നമ്മൾ നോക്കണം. സെയിൽസ് കൂടിയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ്? ടാക്സ് കൂടുതൽ പേ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെക്ക് ചെയ്യണം. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം. റൈറ്റ്. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോറോയിങ് ഇവിടെ കൂടി. റൈറ്റ്, ഇതൊരു റെഡ് ഫ്ലാഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ ബോറോയിങ് കൂടി കഴിഞ്ഞിട്ട് പിന്നെ എത്ര നല്ല റിസൾട്ട് വന്നാലും നമ്മൾ ആ കമ്പനിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്തൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ബോറോയിങ് ഓവറോൾ നേരത്തെ നമ്മളിട്ട ഫോർമുലാസ് വെച്ചിട്ട് ഇതിനകത്ത് കുറഞ്ഞാണ് വന്നിരിക്കുന്നത് എങ്കിലും കറണ്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 36 കോടി രൂപ ബോറോയിങ് ഇവിടെ ഉണ്ട്. അപ്പോൾ ബോറോയിങ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ റീസൺസ് എന്താണ്? അങ്ങനെ ബോറോയിങ് കൂടിയിട്ടുണ്ടെങ്കിൽ എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ കമ്പനി ഫിക്സഡ് അസറ്റ് കൂട്ടുന്നുണ്ടോ ഇല്ലയോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് നമ്മളൊന്നുകൂടെ മേക്ക് ഷുവർ ചെയ്യണം. ക്യാഷ് ഫ്ലോ, കമ്പനിയുടെ പോസിറ്റീവായിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് കമ്പനിക്ക് ക്യാഷ് ഫ്ലോ ഉണ്ട്. വിച്ച് മീൻസ് ഇവർക്ക് പുറത്തുനിന്ന് പൈസ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം വരുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുക. പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് 75% ഉണ്ട്, വെരി ഗുഡ്. പബ്ലിക്കിൻ്റെ 17% മാത്രമേ ഉള്ളൂ. DIS FIIസിൻ്റെ കയ്യിൽ 2.89%, 4.65% ഉണ്ട്.
സോ ഓവറോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ യെസ് ഇതൊരു നല്ല കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇൻക്രിമെൻ്റൽ ഉണ്ടോ, പ്രോഫിറ്റ് കൂടുന്നുണ്ടോ, അതോ ഇതിന് മുമ്പ് എന്താ പറയുക കൂടുതൽ പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറവാണോ വന്നിരിക്കുന്നത്, റൈറ്റ്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഈ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് ആക്ച്വലി ആ കമ്പനിയിൽ ആപ്ലിക്കബിൾ ആവുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. സോ ഇപ്പോൾ ഇതേ കമ്പനിയുടെ തന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ട്രിവേണി ടർബൈൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് റിസൾട്ട് വന്നത്, കണ്ടില്ലേ? ഇവിടെ നിന്ന് റിസൾട്ട് വന്ന് ഇത് ഏകദേശം 20% മുകളിലേക്ക് പോയി സ്റ്റോക്കിൻ്റെ പ്രൈസ്, റൈറ്റ്? അത് കഴിഞ്ഞത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? ഇങ്ങനെ താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെയാണ് റിസൾട്ട് വന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം, ഓക്കെ? എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് എൻട്രി എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ടെക്നിക്കലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എവിടെയാണ് റിസൾട്ട് വന്നിരിക്കുന്നത് നോക്കുക. ആദ്യം ഇവിടെയാണ് നമ്മുടെ റിസൾട്ട് വന്നത്. അപ്പോൾ ആ റിസൾട്ട് വന്നതിന് ശേഷം ഈ സ്റ്റോക്ക് പ്രൈസ് 20% മുകളിലേക്ക് പോയി. അപ്പോൾ എപ്പോഴും ഇങ്ങനെ റിസൾട്ട് വരുമ്പോൾ നല്ല റിസൾട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് പ്രൈസ് അവിടുന്ന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ഓക്കെ? അത് പോയിക്കോട്ടെ എന്ന് വയ്ക്കുക. നമ്മൾ എൻട്രി എടുക്കുന്ന എവിടെയായിരിക്കണം? ഇങ്ങനെ ഒരു സ്റ്റോക്കിന് ഈ ഒരു റിസൾട്ടിൻ്റെ ഡേ മുതൽ മുകളിലേക്ക് 20% പോയിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചു, നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. നമ്മൾ ഇതുവരെ എൻട്രി എടുത്തിട്ടില്ല. നമ്മൾ ഇപ്പോഴാണ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുക. ഈ ടോപ്പ് പോയിന്റിൽ നിന്ന് എന്നാണോ ഈ സ്റ്റോക്ക് തിരിച്ചൊരു 15% കറക്ഷനായി താഴേക്ക് വരുന്നത്, 15% മിനിമം, ഓക്കെ? 15% ഒക്കെ മിനിമം വരുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാം. 15% മിനിമം കറക്ഷനായി താഴേക്ക് വരണം. എന്നിട്ട് അതിൻ്റെ എപ്പോഴാണ് റിസൾട്ട് വന്നത് അതിൻ്റെ ഏകദേശം ആ ലെവലിലൊക്കെയാണ് അത് റീടെസ്റ്റ് ചെയ്യാൻ വരുന്നത് എങ്കിൽ അവിടെ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. വിച്ച് മീൻസ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇവിടെ എത്തി, ഇങ്ങനെ താഴേക്ക് വന്ന് എന്നാണോ ഇവിടെ ടച്ച് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോൾ പാസ്റ്റിൻ്റെ ഒരു ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാസ്റ്റിലിപ്പോൾ ലെറ്റ്സ് സേ ഇവിടെ വന്നു, ഇവിടെയാണ് റിസൾട്ട് വന്നത്, ഏർണിങ്സിൻ്റെ ഇത് വന്നു. ഇവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് ഏകദേശം 44% മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പ് ലെവൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു, ഈ ടോപ്പ് ലെവൽ ഇതിൽ മാർക്ക് ചെയ്തു, ഓക്കെ? ആ ലെവലിൽ നിന്ന് താഴേക്ക് എന്നാണോ ഇതൊരു 15% താഴേക്ക് വരുന്നത് അന്നാണ് നമുക്ക് ട്രേഡ് വരിക. അപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റുമോ? ഇവിടെ എടുക്കാൻ പറ്റും, അല്ലേ? ഇവിടെ ഒരു 15% വന്നിട്ടുണ്ട്, റൈറ്റ്? കണ്ടോ? ഇവിടെ നമ്മളുടെ എൻട്രി വന്നു. എന്നിട്ട് നമ്മുടെ എക്സിറ്റ് എവിടെയാണ് വരിക? ആ 15% എവിടെയാണോ വന്ന് ടച്ച് ചെയ്തത് അതെന്നാണോ തിരിച്ചതിന് ലൈഫ് ടൈം ഹൈയിലേക്ക് പോകുന്നത് അവിടം വരെ നമ്മളതിനെ ഹോൾഡ് ചെയ്യും, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഏകദേശം 18% ഒരു പ്രോഫിറ്റ് നമുക്കവിടെ ബുക്ക് ചെയ്യാൻ പറ്റി വെറും 92 ഡേയ്സിൽ. ഇങ്ങനെയാണ് ഈ സ്ട്രാറ്റജി വർക്കാവുക. അപ്പോൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നാണോ ഇതിനകത്ത് ഇങ്ങനെ റിസൾട്ട് ആദ്യം നമ്മൾ സ്റ്റോക്കിനെ ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോക്കിൻ്റെ പേര് നമുക്ക് കിട്ടി, അതിനുശേഷം നമ്മളതിൻ്റെ എല്ലാം ഇൻക്രിമെൻ്റൽ സ്റ്റേജിലാണ് ഉള്ളത്, കൂടുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് ചെയ്ത് എല്ലാം നോക്കിയതിന് ശേഷം പിന്നെ ആ റിസൾട്ട് വരുന്ന ദിവസം നമ്മളതിൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുക ആ കമ്പനീനെ. അത് കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ദിവസം മുതൽ അത് എത്ര ശതമാനം മുകളിലേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഈ ഒരു കേസിൽ 45% മുകളിലേക്ക് പോയി. ആ ലെവൽ നമ്മളവിടെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നതിന് ശേഷം ആ ലെവലിൽ നിന്ന് താഴേക്ക് എന്നാണോ അതൊരു 15% കൂടുതൽ കറക്ഷൻ ആവുന്നത് അന്ന് നമ്മൾ അതിനകത്ത് എൻട്രി എടുക്കുന്നു. തിരിച്ച് അതേ ലെവലിൽ ഇതിൻ്റെ ലൈഫ് ടൈം ഹൈ പ്രൈസിലേക്ക് എത്തുമ്പോൾ, ലൈഫ് ടൈം ഹൈ അല്ല, ഇതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഹൈറ്റിലേക്ക് പ്രൈസ് എത്തുമ്പോൾ അന്ന് നമ്മളതിനെ സെല്ല് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളിതിൽ ട്രേഡ് ചെയ്യേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ആക്ഷൻ കൺസ്ട്രക്ഷൻ്റെ നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മൾ പാസ്റ്റിലെ ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ്സ് സേ നമ്മളിവിടെ ഇവിടെയാണ് ഏർണിങ്സ് വന്നിരിക്കുന്നത്, അല്ലേ? ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഏർണിങ്സ് വന്നത്, ഓക്കെ? ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഇവിടെ എല്ലാം ഓക്കെയാണ് കമ്പനീൻ്റെ. ഇവിടെയാണ് ഏർണിങ്സ് വന്നത്, കണ്ടില്ലേ? ഇവിടെ RSI ആണെങ്കിലും ഇത് മുകളിലേക്കാണ് പോയിരിക്കുന്നത്. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ RSI നമ്മളിവിടെ ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ടത് ഇതിൻ്റെ മിഡിൽ ബാൻഡ് എന്ന് പറയുന്നത് 50 ആണ്, മുകളിലുള്ളത് 70, താഴെയുള്ളത് 30. അതിന് സെൻറ്ററിലുള്ള ലൈൻ നമ്മളൊന്ന് തിക്നെസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇവിടെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത് കണ്ടില്ലേ, ഇവിടെയാണ് റിസൾട്ട് വരുന്നത്. അതിന് ശേഷം ഇത് ഇത്രയും മുകളിലേക്ക് പോയി, 53% മുകളിലേക്ക് പോയി, ഓക്കെ? നമ്മുടെ എൻട്രി എവിടെയാണ് വരിക? നമ്മൾ ഇവിടുന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ ഈ ലെവലിൽ നിന്ന് നമ്മളിവിടെ ആദ്യം നമ്മളതിൻ്റെ ലെവൽ നമ്മൾ മാർക്ക് ചെയ്യും, ഓക്കെ? ഈ ലെവൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ താഴേക്ക് എന്നാണോ 15% കൂടുതൽ കറക്ഷൻ ആവുന്നത് ഇവിടെയാണ് 15% വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളുടെ എൻട്രി ഇവിടെയാണ് വരിക 15%.
അത് കഴിഞ്ഞിട്ട് എന്നാണോ തിരിച്ച് ആ പ്രൈസ് അവിടെ എത്തുന്നത്, മുകളിലെത്തുന്നത്, അവിടെ നമ്മളതിനെ സെല്ല് ചെയ്യും. അപ്പോൾ ഇവിടെ 19% ഒരു ഗെയിൻ നമുക്കവിടെ കിട്ടി. 15, 18, 19% ഒക്കെ എപ്പോഴും കിട്ടും ഈ ഒരു സ്ട്രാറ്റജിയിൽ. ഓക്കെ, ഈ രീതിയിലാണ് നമ്മളിതിൽ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ കയറി ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ആദ്യം ആ പ്രൈസിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി വിടുക. എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ നമ്മളതിനെ ലെവലിൽ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രൈസ് താഴേക്ക് വരുമ്പോൾ ഒരു 15% പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എൻട്രി എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അതേ പോയിന്റിലെത്തുമ്പോൾ അതിനെ സെല്ല് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മളിതിനെ സെല്ലിങ്ങും ബൈയിങ്ങും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എൻട്രി എടുക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്താണ്, ഈ താഴെയുള്ള RSIൻ്റെ സെൻട്രലിലുള്ള ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ താഴത്തെ RSIയിൽ ഈ ലൈനിന് സെൻട്രൽ ലൈനിന് മുകളിലായിരിക്കണം നമ്മുടെ ഈ ഒരു ലൈൻസ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അതിൻ്റെ വേവ്സ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഇവിടുന്ന് താഴേക്കുള്ള രീതിയിൽ ഇങ്ങനെയാണുള്ളതെങ്കിൽ നമ്മൾ അതിനകത്ത് എൻട്രി എടുക്കാതിരിക്കുക. പ്ലസ് നമ്മളെ റിസൾട്ട് വന്നതിന് ശേഷം ഈ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോയിരിക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ റിസൾട്ട് വന്നു, പക്ഷേ സ്റ്റോക്ക് പ്രൈസ് താഴേക്കാണ് വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫെയിൽഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്, നമ്മൾ ഇതിനകത്ത് ട്രേഡ് ചെയ്യുകയില്ല. റിസൾട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് പ്രൈസിന് മുകളിലേക്ക് പോയിരിക്കണം. മുകളിലേക്ക് നല്ലൊരു രീതിയിൽ മുകളിലേക്ക് അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് റീട്രേസ്മെൻറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അല്ലാതെ റിസൾട്ടിൻ്റെ ദിവസമോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലോ നമ്മൾ ട്രേഡ് ചെയ്യില്ല. ഇങ്ങനെയാണ് ഇതിനകത്ത് ട്രേഡ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ. പിന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് ഈ ഒരു കമ്പനിയിൽ ഫോഴ്സ് മോട്ടോർ, ഇത് ഇവിടെ റിസൾട്ട് വന്നു റീസെൻ്റായിട്ട്, ഇവിടെയാണ് റിസൾട്ട് വന്നത്. അതിനുശേഷം ഇത് കണ്ടില്ലേ, പ്രൈസ് ഇപ്പം മുകളിലേക്ക് പോയി, ഇവിടെ വരെ പോയി തിരിച്ച് താഴേക്ക് വന്നു, 18% മുകളിലേക്ക് പോയി. പക്ഷേ തിരിച്ച് താഴേക്ക് വന്നപ്പോൾ 15% ഒരു റീട്രേസ്മെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കില്ല. പിന്നെയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 41% താഴേക്കായി. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ ഒരു പ്രൈസ് തിരിച്ച് ഇവിടെ ഒരു 15% റേഞ്ചിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ മാത്രമേ ഇതിനകത്ത് ട്രേഡ് എടുക്കാവൂ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അല്ലാതെ ഇതിനകത്ത് പെട്ടെന്ന് നമ്മൾ ട്രേഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പിന്നെ ഈ സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട കുറച്ച് റൂൾസ് എന്തൊക്കെയാണ്? നോ സ്ട്രാറ്റജി, നോ ട്രേഡ്, ലേൺ ആൻഡ് ഇംപ്ലിമെൻറ്റ്. ഓക്കെ, ഏത് ട്രേഡ് ചെയ്യുമ്പോഴും നമ്മളെ സ്ട്രാറ്റജി നമുക്ക് മനസ്സിലായിരിക്കണം. എവിടെ എൻട്രി, എവിടെ എക്സിറ്റ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിരിക്കണം. രണ്ടാമതായിട്ട് അവോയ്ഡ് ട്രേഡ്സ് വെൻ ഇൻ ഡൗട്ട്. നമുക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക. പിന്നെ ബോറോഡ് മണി, കടം വാങ്ങിയ പൈസ കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക. ലിമിറ്റ് എക്സ്പോഷർ ടു 5% പെർ സ്റ്റോക്ക്. ഒരു സ്റ്റോക്കിൽ 5% കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ദെൻ അഗെയിൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സ്റ്റേ അവേ ഫ്രം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, നോ ഇൻട്രാഡേ ട്രേഡിംഗ്. ഓക്കെ, ഡോണ്ട് ഇൻവെസ്റ്റ് മണി യു വിൽ നീഡ് വിത്തിൻ നെക്സ്റ്റ് 3 years. അടുത്ത 3 വർഷത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നോ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫണ്ടമെൻ്റലി വീക്കനിങ് കമ്പനീസ്. ഫണ്ടമെൻ്റലി വീക്കായിട്ടുള്ള കമ്പനികളിൽ നമ്മൾ തിരിച്ച് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നോ സ്റ്റോപ്പ് ലോസ്, പാനിക്, ലേൺ, കൺവിക്ഷൻ, നോട്ട് ഫിയർ. ബേസിക്കലി സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യാത്ത കാര്യമാണ്, ഇതൊന്നും അഡ്വൈസ് അല്ല, ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ സ്ട്രാറ്റജി, ഇതാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ ഇഷ്ടം പോലെ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഏകദേശം 500+ ആളുകൾ ഇതുവരെ ഇതിനകത്ത് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് ജേർണി തുടങ്ങിയിട്ടുണ്ട് ഇൻ ദ ലാസ്റ്റ് 1.5 year. അവരുടെയൊക്കെ ടെസ്റ്റിമോണിയൽ വീഡിയോസ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം വൈ യു ഷുഡ് ബൈ ദിസ് കോഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കിവിടെ കിട്ടുക എന്നുള്ള കാര്യം. നൗ ഹൗ ടു ബൈ ദിസ് ഐ വിൽ ടെൽ യു. നിങ്ങളുടെ ഗൂഗിൾ NRI ട്രേഡർ മലയാളം എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതാണ്. അവിടെ വന്നിട്ട് ആ ഒരു ഫസ്റ്റ് വെബ്സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ഈ വെബ്സൈറ്റ് വരും. അതിനകത്ത് കോഴ്സസിൽ പോവുക. ഇവിടെയാണ് കോഴ്സ് എന്നുള്ളത്. അതിൽ പോയിട്ട് ഇവിടെ മാസ്റ്ററിങ് ദ മാർക്കറ്റ്, ഇതാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ കണ്ടൻറ്റാണുള്ളത്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അതേപോലെ തന്നെ അത് കോഴ്സ് കണ്ടൻറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏർണിങ്സ് എത്രയുണ്ട്, അതേപോലെ തന്നെ ട്രേഡിംഗ് മൈൻഡ് സെറ്റ് മുതൽ
ഹൗ ടു അനലൈസ് ദ ബിസിനസ്, അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ അനലൈസിസ്, അതേപോലെ തന്നെ ഫണ്ടമെൻ്റലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം ഒരു കമ്പനിയുടെ, അതിൻ്റെ കംപ്ലീറ്റ് അനലൈസിസ്, അതേപോലെ തന്നെ സ്ട്രാറ്റജീസ്, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് സ്ട്രാറ്റജീസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ സ്ട്രാറ്റജീസ് അവിടെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഫ്രോഡ് ചെക്സ്, എങ്ങനെ നമ്മൾക്കൊരു കമ്പനിയുടെ ഫ്രോഡ് ചെക്കുകൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 3 പാർട്ടുകൾ അതിനകത്തുണ്ട്. ദെൻ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ്, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണം, അങ്ങനത്തെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ഓപ്പറേറ്റേഴ്സ്, എന്താണ് ഓപ്പറേറ്റേഴ്സ്, അവരെന്താണ് ഈ മാർക്കറ്റിൽ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് പ്രൈസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഹൗ ടു ഫൈൻഡ് ദ ബെസ്റ്റ് സ്റ്റോക്സ് ഇൻ 10 minutes, അതൊരു അഡീഷണൽ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ 6 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. ഓക്കെ, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഓവർവ്യൂ, അതിലുള്ള സീക്രട്ട് ആയിട്ടുള്ള ട്രേഡിംഗ് ട്രിക്സ് എന്തൊക്കെയാണ്, പിന്നെ മണി മാനേജ്മെൻറ്റ്, ഹൗ ടു മാനേജ് യുവർ പോർട്ട്ഫോളിയോ, അൾട്ടിമേറ്റ് ഗൈഡ് അതിനകത്തുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനുള്ള എല്ലാ സംഗതികളും ഒരൊറ്റ ഗൂഗിൾ ഷീറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. വിത്ത് യുവർ എന്താ പറയുക CAGR കാൽക്കുലേഷൻ, എവറിത്തിങ് യു ക്യാൻ ഡു ദെയർ. പിന്നെ ഗൂഗിൾ ഷീറ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള റോഡ് മാപ്പ്, എങ്ങനെ നമുക്ക് ഒരു 20,000 രൂപ മാസം ഉണ്ടാക്കുന്ന ആൾക്ക് വരെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാം എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ക്ലാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ പഠിച്ചിരിക്കുന്ന സ്ട്രാറ്റജീസിൻ്റെ ടെക്നിക്കൽ പാറ്റേൺസ് വരുമ്പോൾ ഞാനവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ളത് ലൈവ് ക്ലാസ്സും ലൈവ് Q&A സെഷൻസുമാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഇത്രയും സ്റ്റുഡൻസിൻ്റെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് റിവ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ യു ക്യാൻ റീഡ് ഓൾ ദോസ് റിവ്യൂസ് ആസ് വെൽ. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ എവറിത്തിങ്.